എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അക്ഷരവും അതുകൊണ്ടുള്ള വാക്കുകളും പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് സ്വരാക്ഷരത്തിലെ ഓ. മലയാളത്തില് ഓ, ഓ. ഓക്കെ, ഓയും ഉണ്ട്, ഓയും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഓയുടെ ചിഹ്നം നോക്കാം. സ്റ്റാൻഡിങ് ലൈനും മുകളിലൊരു ചരിഞ്ഞ വരയും ആണ് ഓയുടെ ചിഹ്നം. ഓക്കെ, ഇനി കായുടെ കൂടെ ഓയുടെ ചിഹ്നം വന്ന എങ്ങനെ വായിക്കും നമ്മൾ? ഒന്നെങ്കിൽ കോ എന്ന് വായിക്കാം, അല്ലെങ്കിൽ കോ. ഓക്കെ, രണ്ടിനും കൂടി ഒരേ ഒരു ചിഹ്നമേ ഉള്ളൂ. അടുത്ത പായുടെ കൂടെ ഓയുടെ ചിഹ്നം വന്നു, അപ്പം എങ്ങനെ വായിക്കാം? പോ അല്ലേ, അല്ലെങ്കിൽ പോ. എങ്ങനെ വായിക്കാം? പോ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. സായുടെ കൂടെ ഓയുടെ ചിഹ്നം അല്ലേ, അപ്പം എങ്ങനെ വായിക്കും? സോ. നെക്സ്റ്റ് നാ, സോന, സോന. ഓക്കെ, അടുത്തത് മായുടെ കൂടെ ഓയുടെ ചിഹ്നം, അപ്പോൾ മോ. ദെൻ ലായാണ്, പക്ഷെ സെക്കൻഡ് ലെറ്റർ ആയതുകൊണ്ട് ഇൽ, മോൽ. അടുത്ത വാക്കാണ് ബോൽ. ഓക്കെ, നെക്സ്റ്റ് നായുടെ കൂടെ ഓയുടെ ചിഹ്നം, അപ്പോൾ നോ. നെക്സ്റ്റ് ക, നോ. ഓക്കെ, നോ. അടുത്തത് കായുടെ കൂടെ ഓയുടെ ചിഹ്നം, അപ്പോൾ കോ മാ എൽ, കോമൾ. ഓക്കെ, കോമൾ. അടുത്തത് ഖ, നെക്സ്റ്റ് ഖർ. ഗായുടെ കൂടെ ഓയുടെ ചിഹ്നം, ഗോ. അപ്പൊ ഇത് ഗായാണ്. രണ്ട് ലൈൻ വരുമ്പോൾ മാറിപ്പോരുത്. ഗായുടെ കൂടെ ഒരു വര. ഓക്കെ, പിന്നെ മുകളിൽ ചരിഞ്ഞ വര, ഗോ. പിന്നെ ഷ്, ഖർഘോഷ്, ഖർഘോഷ്. ഓക്കെ, അടുത്തത് കായുടെ കൂടെ ഓയുടെ ചിഹ്നം, കോ യാ എൽ, കോയൽ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും വാക്കുകളാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.